വിഷാദ ഭാവത്തോടെയാണ്. അന്നത്തെ ജീവസന്ധാരണത്തിലുള്ള വകയ്ക്ക് വേണ്ടി പണിയായുധങ്ങളുമായി പാടത്തിറങ്ങുന്ന പാടുതറക്കാർക്ക് ഇന്ന് പണി മറന്ന ദിനമാണ്. അതാ കയ്യിൽ ഒരു പൊതിക്കെട്ടുമായി ഒരു വൃദ്ധൻ വെള്ളായപ്പൻ തന്റെ കുടിലിന് പുറത്തിറങ്ങി. അതാ നിൽക്കുന്ന മുറ്റം നിറയെ ആൾക്കാർ. വെള്ളായപ്പൻ ഓരോ മുഖവും മാറി മാറി നോക്കി. എല്ലാം ശോകമയമാണ്. ഓരോ മിഴികളിലും നോക്കി വെള്ളായപ്പൻ മൗനമായ യാത്ര ചോദിച്ചു. വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായപ്പന്റെ കണ്ണൂരിലേക്കുള്ള യാത്ര ആ ഗ്രാമത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ പാടുതറ ഗ്രാമം മുഴുവൻ വെള്ളായപ്പനോടൊപ്പം കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. വെള്ളായപ്പൻ യാത്ര പറഞ്ഞിറങ്ങി. ദൈവങ്ങളെ, എന്റെ തമ്പുരാക്കന്മാരെ, വെള്ളായപ്പനെ രക്ഷിക്കണേ, എന്റെ കണ്ടുണ്ണിയെ കാത്തോളണേ. ആ ഗ്രാമത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും ഏറ്റുവാങ്ങി വെള്ളായപ്പൻ ഇറങ്ങി. കയ്യിൽ ഭാര്യ കോടച്ചി കെട്ടിക്കൊടുത്ത പൊതിച്ചോറ്. അന്നു പുലർച്ചയ്ക്ക് കാന്തനു വേണ്ടിയാ പാതയ ഭാണ്ഡം അവളൊരുക്കി. അന്നു പുലർച്ചയ്ക്ക് കാന്തനു വേണ്ടിയാ പാതയ ഭാണ്ഡം അവളൊരുക്കി. നോവും നിലവിന്റെ കാഠിന്യമത്രയും തൂന്ന കണ്ണീരായി പെയ്തിറങ്ങി. ഓമനപുത്രനെ കാണുവാൻ കാലത്തെ കാന്തനെ കണ്ണീരാൽ യാത്രയാക്കി. ഓമനപുത്രനെ കാണുവാൻ കാലത്തെ കാന്തനെ കണ്ണീരാൽ യാത്രയാക്കി. കാന്തനെ കണ്ണീരാൽ യാത്രയാക്കി. ഈ പൊതിച്ചോറ് കെട്ടിയപ്പോ അവള് കരഞ്ഞിട്ടുണ്ടാവും. അവളുടെ കണ്ണീർ ഈ ചോറിൽ ഉപ്പായി ലയിച്ച് ചേർന്നിട്ടുണ്ടാവും. പാവം എന്റെ കോടച്ചി. പൊതിച്ചോറ് കെട്ടുമ്പോഴേക്ക് മകൻ കണ്ടുണ്ണി കുറച്ച് ഓർമ്മകളായിരിക്കാം അവളുടെ മനസ്സ് നിറയെ. വെള്ളായപ്പൻ ഒന്ന് നെടുവീർപ്പെട്ടു. തീവണ്ടി ആഫീസിലേക്ക് ഇനി 4 കല്ല് നടക്കണം. കുറച്ചങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അതാ വരുന്ന കുട്ടി സമാപ്പിള. വെള്ളായേ, മറിക്കാറ്. അത്ര മാത്രം, 2 വാക്കുകൾ മാത്രം. ആ 2 വാക്കുകളിൽ ദീർഘമായ സമ്പന്നമായ സംഭാഷണ പരമ്പരകൾ തന്നെ ഉണ്ടായിരുന്നു. മറിക്കാറ്, ഞാൻ നിങ്ങൾക്ക് 15 രൂപ തരാനുണ്ടായിരുന്നു. വെള്ളായി, ഈ യാത്രയില് നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കരുത്. എന്നാലും മറിക്കാറ്, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. വെള്ളായേ, വീടാത്ത കടങ്ങള് പടച്ചോന്റെ ശൂഷിപ്പുകളാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാലും മരിക്കാറെ, സങ്കടം കൊണ്ടെന്നെ ചങ്ക് പൊട്ടണ്, എന്റെ ഉള്ളിൽ പിടരണ്. വെള്ളായി, നിങ്ങൾ തളയരുത്. എല്ലാം പടച്ചോന്റെ വിധിയാണെന്ന് വിചാരിച്ച് സമാധാനിക്കൂ. വെള്ളായപ്പൻ നടന്നു. ചവിട്ടടിപ്പാത കഴിഞ്ഞു. വെട്ടുവേലെത്തി. വെട്ടുവഴി കടന്ന് പുഴയിലിറങ്ങി. കാൽവെണ്ണയെ തഴുകിക്കൊണ്ട് പരമീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി. പുഴ വെള്ളായപ്പൻ ഓർമ്മകൾ പിറകിലേക്ക് ചെറുപിടിച്ചു. കുഞ്ഞിനെ നീന്തി തുടിച്ച പുഴ, കുഞ്ഞിനെ നീരാടിച്ച പുഴ, കുഞ്ഞിനെ നീന്തി തുടിച്ച പുഴ, കുഞ്ഞിനെ നീരാടിച്ച പുഴ. 1000 മോഹം വളർത്തി പുഴ, നോവുകളാളിച്ചുഴക്കി പുഴ, പ്രാണനെ പറ്റി പിടിച്ച പുഴ, നിലവിൽ കുളിരും നിലവും നിറച്ച പുഴ. താതന്റെ ചേതനയച്ചൊരു ദേഹിയെ നീരണിച്ചെന്നയച്ച പുഴ, താതന്റെ ചേതനയച്ചൊരു ദേഹിയെ നീരണിച്ചെന്നയച്ച പുഴ. വെള്ളായപ്പൻ തീവണ്ടി ആഫീസിലെത്തി. ടിക്കറ്റ് എടുക്കുന്നിടത്ത് ചെന്നു. മുണ്ടിന്റെ കോന്തലഴിച്ച് പണമെടുത്തു. ഒരു കണ്ണൂര് ടിക്കറ്റ് എടുത്ത് പോയി. യാത്രയുടെ ഒരു ഘട്ടം പൂർത്തിയെന്ന് വെള്ളായപ്പന് തോന്നി. പ്ലാറ്റ്ഫോമിൽ ചെന്ന് കുഴിഞ്ഞൊരു ബെഞ്ചിലിരുന്നു. ഇതിനിടയ്ക്ക് ആരൊക്കെയോ വന്നു പോയി. ഏതൊക്കെയോ വാഹനങ്ങൾ ഇരമ്പി നിന്നു.
വെള്ളായപ്പൻ അതൊന്നും അറിഞ്ഞില്ല. ചിന്തയിലാണ്ടു. പിന്നെ ഒരു ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഉറക്കത്തിൽ ഒരു കിനാവ് കണ്ടു. എല്ലാ മാഷ്കളും അസുരകരങ്ങൾ ഒടുവിൽ അലറി വിളിച്ചു, കണ്ടുണ്ണിയേ, എന്റെ പൊന്നു മോനെ. ഒരു ഞരക്കത്തോടെ കണ്ണൂര് വണ്ടി വന്നു നിന്നു. വെള്ളയപ്പൻ ഞെട്ടി ഉണർന്നു. തപ്പി പണിഞ്ഞ് എണീറ്റു. വണ്ടിയുടെ അടുത്ത് ചെന്നു. ഒരു പിള്ളേർത്തൻ കയറി. കാണാനേ, അവിടെ കയറല്ലേ, അതല്പം കൂടിയ ക്ലാസ്സാ, 1ാം ക്ലാസ്, അപ്പുറത്ത് പോയി കയറി. ഒടുവിൽ ഒരു കമ്പാർട്ട്മെന്റിൽ കയറി പറ്റി. ഇരിക്കാൻ ഇടമില്ല. സാരമില്ല, പിടിച്ചു നിൽക്കാം. ഇല്ല, എനിക്ക് ഉറങ്ങണ്ട, എനിക്ക് ഉറക്കം വരില്ല. ആ വണ്ടി മുന്നോട്ട് കുതിച്ചു. ഇരുളിൻ പോകും വണ്ടി, ഇരുളിൻ കാളിമതീരേക്ക് പോകും വണ്ടി. പുഴകൾ, പുളിന തലങ്ങൾ, മരങ്ങൾ, നിഴലുകൾ പിന്നീട്ടോടും വണ്ടി. മങ്ങിയ ചിത്ര ചുമരുകളുള്ള തുരങ്കത്തിൽ കൂടോടും വണ്ടി. ദ്രുതതാളത്തിൽ മേളത്തിൽ ഒരു രാത്രിഞ്ചരനായി പായും വണ്ടി, രാത്രിഞ്ചരനായി പായും വണ്ടി. വണ്ടി കണ്ണൂരിലെത്തി. നേരം പുലർന്നിട്ടില്ല. ഓടച്ച് കെട്ടിക്കൊടുത്ത പൊതിച്ചോറ് അപ്പോഴും തന്നെ കയ്യിലുണ്ട്. കഴിഞ്ഞ രാത്രി അത് കഴിച്ചില്ല. മറന്നിട്ടല്ല, കഴിച്ചില്ല. അതാ തീവണ്ടി ആഫീസിന് മുന്നിൽ കാത്തു കിടക്കുന്നു കുതിരവണ്ടിക്കാർ. വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് മാത്രം അവർ ചോദിച്ചില്ല. പക്ഷേ വെള്ളായപ്പൻ അവരോട് ചോദിച്ചു. ജയിലിലേക്ക് ഏതിയാണ് വശി? അവർ പരിഹസിച്ചു. രാവിലെ എന്നെ കളാമതുണ്ട് ജയിലിലേക്കുള്ള വഴി വെച്ച്. അമ്മ പോയോ, മോട്ടിക്ക് അറിയുമോ? മോട്ടിച്ചറി, പെട്ടെന്ന് എത്താം. ഒടുവിൽ എങ്ങനെയോ വെള്ളായപ്പൻ ജയിലിലേക്കുള്ള വഴി അറിഞ്ഞു. ജയിലിന് മുന്നിലെത്തി. പാറാകാരൻ തടഞ്ഞു. ഇത്ര അത്യാവശ്യം അതിരാവിടെ എങ്ങോട്ടാ? നിക്കവിടെ. അല്ല, എന്റെ കുട്ടി കണ്ടുണ്ണി ഇവിടെ ഉണ്ട്. ഈ പറവല മുമ്പ് ആരെ നിങ്ങളും കൊണ്ട് പറഞ്ഞേച്ചേ? ഒരു കണ്ടുണ്ണി. നേരെ ഒന്ന് വിളക്കട്ടെ, ആപ്പിൾ സാപ്പ് തുറക്കട്ടെ. പോട്ടെ, വാ, പോ. അല്ല, എന്റെ കുട്ടി. വെള്ളായപ്പൻ മുണ്ടിന്റെ കോന്തലടിച്ച് മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് കൊടുത്തെടുത്തു. അത് പാറാകാരനെ ഏൽപ്പിച്ചു. പാറാകാരൻ അത് വാങ്ങി നോക്കി. പാറാകാരന്റെ മുഖം ആർദ്രമായി, അനുകമ്പയുള്ളതായി. നാളെയാണല്ലേ? നാളെയോ? എനിക്ക് പിടിയില്ല. അതെ, നാളെ രാവിലെ 5 മണിക്ക്. കാണുക, വാ, വന്നിവിടെ ഇരിക്കും. എല്ലാം വിധിയാണെന്ന് വിചാരിച്ച് സമാധാനിക്ക്. വാ, വരൂ. വെള്ളായപ്പൻ ജയിലിന് മുന്നിലെ ചാരുപടിയിൽ അസ്തപ്രജ്ഞനായിരുന്നു. കാരണവർക്ക് ചായ മറ്റേ വേണോ? വേണ്ട, എനിക്കൊന്നും വേണ്ട. എന്റെ കുട്ടി കണ്ടുണ്ണി ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുമുണ്ടാവില്ല. പിന്നെ ഈ ചായ കുടിക്കാൻ എനിക്ക് എങ്ങനെ മനസ്സ് വരും? ഊണില്ലാതെ, ഉറക്കമില്ലാതെ എൻ്റെ മോൻ. വെള്ളായപ്പന്റെ കൈപ്പടം ആ പൊതിച്ചോറിൽ അമർന്നു. ഓമലാൽ നൽകിയ പാതേമപ്പോഴും ദേഹത്തയാൽ ചേതടക്കി വെച്ചു. ഓമന പൈതലെ ഇല്ല മറ്റൊന്നും പാതേയമല്ലാതെ കൈരാതെ. നേരം വീണ്ടും പുലർന്നു. അതാ ആ പാറകാരൻ വീണ്ടും മുന്നിൽ. കാണലേ, വരൂ. വെയിലിന്റെ ചൂടറിയാത്ത ഇരുണ്ട് തണുത്ത് കിടക്കുന്ന ഇടനാഴിയിലൂടെ അവർ നടന്നു. അതാ ആ ഇടിമ്പരികൾക്ക് പിന്നിൽ കണ്ടുണ്ണി. വെള്ളായപ്പനെ ആ അടിവാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ആ അച്ഛനും മകൻ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. മോനെ കണ്ണുണ്ണി, അപ്പോ മോനെ, നീ എന്ത് ചെയ്തോ? എനിക്ക് ഓർമ്മയില്ലപ്പാ. നീ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ലപ്പാ, എനിക്കൊന്നും ഓർമ്മയില്ല. വെള്ളായപ്പന്റെ കണ്ടമിളവേ ആ കവളിൽ കൂടി കണ്ണുനീർ ഒലിച്ചിറങ്ങി. അപ്പ കരയല്ലേ, അപ്പ കരയല്ലേ. അപ്പ അവരെന്നെ കൊല്ലുമാപ്പ,
എനിക്കറിയില്ല മോനെ. അവരെന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കല്ലേ അപ്പാ, സമ്മതിക്കല്ലേ. കാരണരെ വരൂ, സമയം കഴിഞ്ഞു. വെള്ളായപ്പൻ പുറത്തു വന്നു. പിന്നിൽ അഴിവാതിൽ അടയുന്നു. വെള്ളായപ്പൻ തിരിഞ്ഞു നോക്കി. അവസാന തിരിഞ്ഞോടത്തിന്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായപ്പൻ നടന്നു. അന്ന് പകൽ മുഴുവൻ ആ ജയിലിന്റെ പരിസരത്ത് വെള്ളായപ്പൻ കാത്തു കിടന്നു. ആ പൊതിച്ചോറ് മാറോട് അടക്കി പിടിച്ചുകൊണ്ട്. ഉണ്ണാതുറങ്ങാതെ ഓരോരോ ഉണ്ണാതുറങ്ങാതെ ഓരോരോ ഓമലാൽ നൽകിയ പാതേയമപ്പോഴും ദേഹത്തയാൾ ചേർത്തടക്കി വച്ചു. ഓമന പൈതനെ ഇല്ല മറ്റൊന്നുമി പാതേയമല്ലാതെ കൈലാതെ. നേരം വീണ്ടും പറഞ്ഞു. അതാ ആ പാർവകാരൻ വീണ്ടും മുന്നിൽ. കാരണരെ കഴിഞ്ഞു. പുലർച്ചെ 5 മണിക്ക് തന്നെ വെള്ളയുടെ മകനെ തൂക്കിക്കൊന്നു. വാ, വന്ന മകന്റെ ശവം ഏറ്റുവാങ്ങ്. വെള്ളായപ്പൻ നിറമിഴികളോടെ മകന്റെ ചേതനേറ്റ ശരീരം ഏറ്റുവന്നു. കാരണവർക്ക് താല്പര്യമുള്ള രീതിയിൽ ശവം സംസ്കരിച്ചോളൂ. വേണ്ട അമ്മമാരെ, എന്റെ കയ്യില് പണമില്ല. ഓ മന പൈതലേ ഇല്ല മറ്റൊന്നുമീ പാതേയമല്ലാതൻ കൈലാകെ. ഉന്തുവണ്ടിയിൽ കിടത്തിയ മകന്റെ ശവത്തിന് പിന്നാലെ വെള്ളായപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വലിയ നിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ വട്ടമിട്ട് പറഞ്ഞു. മണ്ണിട്ട് മൂടും മുമ്പ് കണ്ണിനയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു. ആ മുഖത്തേക്ക് മുഖം ചേർത്ത് വെച്ച് ആൾ ഉമ്മ വെച്ചു. നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. മോനെ, ഉറങ്ങ് ഉറങ്ങ്, നിനക്കൊന്നും ഓർക്കേണ്ടതില്ല. സ്വസ്ഥമായി ദീർഘമായി ഉറങ്ങ്. ഓ മന പൈതലേ ഇല്ല മറ്റൊന്നുമീ പാതേയമല്ലാതൻ കൈലാകെ. വെയിലത്ത് നടന്നലഞ്ഞ് വെള്ളായപ്പൻ കടൽത്തീരത്തെത്തി. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു പോയിരുന്നു. കോടച്ചി കെട്ടിപ്പിടുത്ത പൊതിച്ചോറ്. ആ പൊതി ഇടിച്ചു. അതിൽ എന്നെ പോലെ നിലത്തേക്കെറിഞ്ഞു. ആകാശമേലാപ്പിൽ വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ ആ അന്നക്കൊത്തി തിന്നാനായി ഇറങ്ങി വന്നു. ആ കടൽത്തീരത്ത് അപാരത്തെ തന്നെ നോക്കി ധൃതിമേശനായി വെള്ളായപ്പൻ. പ്രിയമുള്ളവരെ, OV വിജയന്റെ വിഖ്യാതമായ കടൽത്തീരത്ത് എന്ന ചെറുകഥയുടെ കഥാപ്രസംഗാവിഷ്കാരം ഈ വേദിയിൽ ഇങ്ങനെ പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.